എൻ വീട്ടാരനൈവർ ഓയാമൽ. എല്ലാ ശബ്ദവും ഉയരട്ടെ. നാനും എൻ വീടും എൻ വീട്ടാരനൈവരും ഒരു കരു പോലെ കാത്തീരേ നന്ദി. എന്നെ സീതയാമൽ സുമന്തീരേ നന്ദി. ഒരു കരു പോലെ കാത്തീരേ നന്ദി. സീതയാമൽ സുമന്തീരേ നന്ദി. രണ്ട് കരു ഉയർത്തി അഭിനേസരേ. എബിനേസരേ ഇന്നാൾ വരെ സുമந்தவரே. എബിനേസരേ എൻ நினைவால் இருப்பவர். எபினேசரே இந்நாள் வரை சுமந்தவரே. Come on, നിങ്ങൾക്ക് ഇനി ശബ്ദം ഉയർത്താൻ കഴിയും. നന്ദിയപ്പാ. ഓ നന്ദി നന്ദി നന്ദി. இதயத்தில் சுமந்தீரே நன்றியப்பா. നന്ദി. ഒരു കരു പോലെ സുമന്തീരേ. ഒന്നുമേ ഇല്ലാமல் തുവങ്ങിന എൻ വാൾ നന്മയാൽ നിറഞ്ഞുള്ളതേ. ഒന്നുമേ ഇല്ലാமல் തുവങ്ങിന എൻ വാഴ്വ് നന്മയാൽ നിറഞ്ഞുള്ളതേ. ഒന്നോടെ വരികളെന്ന് പറയാം. ഒന്നുമേ ഇല്ലാமல் തുവങ്ങിന എൻ വാഴ്വ് നന്മയാൽ നിറഞ്ഞുള്ളതേ. ആ വരികൾ വീണ്ടും കർത്താവിനെ തന്നെ നോക്കി പാടാം. ഒന്നുമേ ഇല്ലാமல் തുവങ്ങിന എൻ വാഴ്വ് നന്മയാൽ നിറഞ്ഞുള്ളതേ. ഒരു തീമയും നിനക്കാതെ നല്ല ഒരു തകപ്പൻ ഉമ്മை போல ഇല്ല. ഒരു തീമയും നിനക്കാതെ നല്ല ഒരു തകപ്പൻ ഉമ്മை പോലില്ലപ്പാ. ഒന്നുകൂടെ. ഒരു തീമയും നിനക്കാതെ നല്ല ഒരു തീമയും നിനക്കാതെ ഒരു തകപ്പൻ. Come on, ആ രണ്ട് കരം ഉയർത്തി. എബിനേസരേ ഇന്നാൾ വരെ സുമந்தவரே. എബിനേസരേ. ഓ വെൽക്കം ഡാഡാ, വെൽക്കം. നിലവിളിച്ച് ഉറക്കം പാടുന്നത് പോലെ എബിനേസരേ. ഓ സുമந்தവരേ. എബിനേസരേ എൻ நினைவால் ஓ இருப்பவர். எபினேசரே
വിടാരാ നന്ദി 2026 നീ തോൽക്കാൻ കർത്താവ് അനുവദിക്കില്ല. 2026 God will not allow you to fail. ഇന്നത്തെ ആദ്യ മണിക്കൂറുകളിൽ Initial hours നാം 2026ലേക്ക് പ്രവേശിക്കുമ്പോൾ as we are entering into 2026 മലയാളികളുടെ നടുവിൽ in midst of Malayalis അഭിഷക്തന്മാരുടെ മേൽ വലിയൊരു പകർച്ചയുണ്ടാകും. there shall be greater manifestation over the servants of God. നമ്മൾ അതിനെയാണ് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ We പോകുന്നത്. are going to celebrate that today. നമ്മെ കൊണ്ടുവരുന്ന കർത്താവിന്റെ എല്ലാ നടത്തിപ്പിനും നന്ദി പറയണം. Every ways God is leading us. ഗ്രാജുവലി കർത്താവ് ഗ്രാജുവലി കർത്താവ് നടത്തുന്നത്. Gradually the Lord is leading us. നമ്മെ ഓരോ റെവലേഷനിലൂടെ പഠിപ്പിച്ച നല്ല ഉറപ്പുള്ളവരാക്കി By മാറ്റുന്നത്. teaching us through each and every revelation and making us bold. ഒന്നും യാദൃച്ഛികമല്ല. Nothing is accidental. ഒരു സിസ്റ്റത്തിലേക്ക് നാം വരികയാണ്. We are coming to a system. ഒരു ഓർഡറിലേക്ക് We വരികയാണ്. are coming to an order. ഈ വർഷം This year ഇമോഷണൽ ആയത് ഒന്നിനും സ്ഥാനമില്ല. nothing emotional will ever take hold of you. പക്ഷെ ദൈവപ്രവൃത്തിക്ക് സ്ഥാനമുണ്ട്. But the work of God have a definite place. ഒരപ്പവും കഴിച്ച് മരിക്കാനിരുന്നതാണ്. പ്രവാചകൻ പറഞ്ഞില്ല അത് കഴിച്ചിട്ട് മരിച്ചോളാം, നീ മരിച്ചോ ഇതിങ്ങ് താന്ന് പറഞ്ഞതുപോലെ ഇമോഷണലുകൾ വർക്കൗട്ട് ആകാതെ പ്രൊഫറ്റിക്കുകൾ വർക്കൗട്ട് ആകും. The prophet didn't told that you do not die, but if you want to die, you die. But give me the bread. Like the way without emotions being worked out, the prophetic will begin to act. നമ്മൾ ഒരു ഓർഡറിലേക്ക് പ്രവേശിക്കാൻ We are പോകുന്നു. entering into an order. സത്യത്തിൽ ബൈബിൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ As we learn into your Bible, ഏറ്റവും അധികം പറയുന്ന ഒരു കൽപ്പനയുണ്ട്. there's one commandment which is repeated many അത് times. ആരംഭത്തിലെ ഉടമ്പടിയിലും പുതുക്കിയ ഉടമ്പടിയിലും ഒരുപോലെ In പറയുന്നുണ്ട്. the old as well as new covenant, it is told. ആ വാക്ക് ഗെറ്റ് വിസ്ഡം എന്നതാണ്. That is to get wisdom. ജ്ഞാനമുള്ളവരെ കർത്താവിന് ആവശ്യമുണ്ട്. God needs the one who is wise. അഭിഷേകത്തിന്റെ പകർച്ച കേരളത്തിൽ കണ്ടിട്ടുണ്ട്. We have seen the manifestation of anointing. പവർ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. We have seen the manifestation of power. അതുകൊണ്ട് ഒതുക്കുക എന്നുള്ളതല്ല. Not to limit it by that. വീണ്ടും വീണ്ടും അഭിഷേകം വീണ്ടും ചെയ്യുന്ന പലരുമുണ്ട്. There are people who do this anointing പക്ഷേ repeatedly. ജ്ഞാനമുള്ള മഹത്വം വെളിപ്പെടുത്താൻ പക്വതയുള്ള ഒരു മക്കളെ കർത്താവ് ഈ ഭാരതത്തിനകത്ത് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. The children who are wise enough to reveal the glory, the Lord is rising over the nation of India. അടുത്തിരിക്കുന്ന ആളോട് പ്രവചിച്ചു പറ, നീയാണ് നാളത്തെ വാഗ്ദത്തം. Prophesy to your neighbor, you are tomorrow's promise. നീയാണ് ഇന്ത്യയുടെ വാഗ്ദത്തം. You are the promise of the nation of നീയാണ് India. ഇന്ത്യയുടെ വാഗ്ദത്തം. You are the promise of the nation of നീയാണ് India. ഇന്ത്യയുടെ പ്രതീക്ഷ. You are the hope of the ഒന്ന് nation പ്രവചിച്ചു of പറ, India. നീയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. Prophesy, you are the hope of the nation of നന്നായിട്ടൊന്ന് India. പ്രവചിക്കുക. ഭാര്യയാണോ അമ്മയാണോ മകളാണോ ആരിയ്ക്കുന്നോ നോക്കി പറ, ഭാരതത്തിന്റെ പ്രതീക്ഷ നീയാണ്. You are the hope of India. ഭാരതത്തിന്റെ പ്രതീക്ഷ താങ്കളാണ്. You are the hope of the nation of India. മഹത്വത്തിന്റെ പ്രത്യാശ, the hope of glory. മഹത്വത്തിന്റെ പ്രത്യാശ, ഇന്ത്യക്ക് മഹത്വം കൊടുക്കാനുള്ള പ്രത്യാശ നീയാണ്. The hope of glory, the one who is to give glory to India is you. ഇന്ത്യക്ക് ഗ്ലോറിയെ തുറന്നു കൊടുക്കാനുള്ള പ്രതീക്ഷ താങ്കളാണ്. You are the hope to open glory upon the nation of ഹൃദയത്തിൽ നിന്ന് India. പ്രവചിക്കുക, താങ്കളാണ്. That is you. You are the right person. Prophesy, നീയാണ് You are ശരിയായ the വ്യക്തി. right person. You are the right person. You are the right person. നീയാണ് ശരിയായ വ്യക്തി. എന്നോട് കർത്താവ് ഈ മീറ്റിങ്ങുകൾ തുടങ്ങുമ്പോൾ പറഞ്ഞ വാക്ക്, കഴിഞ്ഞ വർഷങ്ങളിൽ തോറ്റുപോയ അഭിഷക്തന്മാരെ ജയത്തിലേക്ക് നടത്താൻ പോകുകയാണ്. As this meeting began, the Lord has told me the men of God who has been defeated previous years, God is going to make them come to the front. അങ്ങനെയുള്ള ഫീൽ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും പറ്റിയില്ല, ഞാൻ തോറ്റുപോയതാണ്, അങ്ങനെയൊക്കെ ഫീൽ ഉണ്ടെങ്കിൽ ഇത് ഈ മണിക്കൂറോട് അവസാനിക്കാൻ പോവുകയാണ്. If you have such a feeling that I am defeated, I was not able to do anything, that is going to come to an end by this hour. ഈ സ്പിരിറ്റ് റലത്തിനകത്ത് പാടില്ലാത്ത രണ്ട് കാര്യമുണ്ട്. There are two things which shouldn't be there in the spirit ഒരു realm. അഭിഷക്തൻ വഴി അടഞ്ഞു പോകാൻ കാരണം The reason why way is closed for a man of God, ഒന്ന് പൊങ്ങച്ചമാണ്. first is boasting. ഞാൻ കാരണമാണെന്ന് പറയരുത്. That is I, because of me, did not say ഞാൻ അവിടെ that. തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ Oh, ഉണ്ടായത്. because I started that, it became like ഞാനായിരുന്നു this. ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു Oh, തുടങ്ങി.
I told this first. നിന്റെ കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ അന്നത്തോടെ ആത്മലോകം അടഞ്ഞു If പോവുകയാണ്. your eyes is not open, then by that the spirit world is being closed in front I of am you. sorry. ഞാൻ ഒരു 5 മിനിറ്റ് ഇങ്ങനെ സംസാരിക്കാനാണ് എന്നോട് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്. ക്ഷമിക്കണം, the Holy Spirit has asked me to talk like this for 5 ഞാനാണ് minutes. ഇങ്ങനത്തെ ട്രെൻഡ് കൊണ്ടുവന്നത്, ഞങ്ങളാണ് ഇങ്ങനെ ചെയ്തത് I brought this trend. We did this first. എന്ന് അങ്ങനെ ഒരു ശബ്ദം നാവിന്ന് വരുവോ, The moment such a ദൂതന്മാരുടെ word, ലോകവും ആത്മലോകവും അടയാൻ സാധ്യതയുണ്ട്, അടഞ്ഞിരിക്കും. the moment such a word comes out from you, the world of angels and the spirit world will be closed in front of you. സ്പിരിച്വൽ സിസ്റ്റത്തിനകത്ത് താരതമ്യമില്ല. There is no comparison in spiritual അടുത്തിരിക്കുന്ന system. ആളോട് പറ, സ്പിരിച്വൽ സിസ്റ്റത്തിനകത്ത് താരതമ്യമില്ല. Tell your neighbor, there is no comparison in spiritual system. ഇവനാണോ അയാളാണോ വലിയ ആളെന്നില്ല. It is not that you are greater or I am greater. കിഡ്നിയാണോ ഹാർട്ടാണോ വലുതെന്നില്ല. There is not that kidney is greater or heart is greater. എല്ലാ വാഴ്ചകളും ദൂതന്മാരും സാറാഫുകളും കെരൂബുകളും ജീവികളും തമ്മിൽ താരതമ്യം ചെയ്യുന്നില്ല. Every dominion, seraphims, cherubims or angels, they doesn't compare with each other. അവരവരുടേതായ ശോഭയുണ്ട്. They have their own glory. പക്ഷെ ആർക്കും അസൂയ ഉണ്ടായില്ല. But no one was jealous. നീ നിന്റെ ബെസ്റ്റ് ആകണം. You must become your best. എല്ലാ ജലസിയും പുറത്തു പോകട്ടെ. Let every jealousy എല്ലാ leave you. താരതമ്യത്തിന്റെ ആത്മാവും പുറത്തു Let പോകട്ടെ. every spirit of കാരണം comparison ഈ leave you. വർഷം നാം ഒന്ന് സ്ട്രക്ചേർഡ് ആകാൻ പോവുകയാണ്. This year we are going ഈ to be വർഷം structured. ദൈവം പന്തിക്കിരുത്തി മഹത്വം വെളിപ്പെടുത്തുന്നതുപോലെ കൃത്യ ഓർഡറിലേക്ക് പ്രവേശിക്കാൻ This year പോവുകയാണ്. we are going to come to a ആരെങ്കിലും complete ഉണ്ടെങ്കിൽ order. ഉറക്കെ വിളിക്കാമോ? ഗ്ലോറി! ഉറക്കെ പറഞ്ഞ ഗ്ലോറി! ഉറക്കെ പറഞ്ഞ ഗ്ലോറി! കഴിഞ്ഞ ദിവസം നടന്നൊരു ഗ്ലോറി കോൺഫറൻസിനകത്ത് നമ്മൾ ഈ കാര്യം വളരെ വിശദമായിട്ട് പറഞ്ഞു. അത് മൊത്തം പറയാൻ സമയമില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. ആത്മാവിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ദാരിദ്ര്യം വിസ്ഡം ഓഫ് ഗോഡ് ആണ്. The one who is poor in spirit means the poverty of the spirit is the wisdom of God. ഓർഗനൈസ്ഡ് ലൈഫ് ഈസ് കോൾഡ് വിസ്ഡം. ഒരു അച്ചടക്കമുള്ള ജീവിതമാണ് ജ്ഞാനം. 2026 നാം പ്രവേശിക്കുമ്പോൾ ജ്ഞാനം കൊണ്ട് നിറയും. As we enter 2026 we will be filled with wisdom. കാരണം യേശുവിനെ Because Jesus പഴയ ഉടമ്പടിയിൽ വിളിച്ചിരുന്നത് ജ്ഞാനത്തിന്റെ പൂർണ്ണത എന്നാണ്. in the Old Testament he was called as the fullness of wisdom. യേശുവിനെ വിളിച്ചിരുന്നത് ജ്ഞാനത്തിന്റെ പൂർണ്ണത He എന്നാണ്. was called as the fullness of യേശു wisdom. പിതാവിന്റെ അടുക്കൽ ഒരു ആർക്കിടെക്ട് ആയിരുന്നു. Jesus was an architect beside പിതാവ് Father. ഉണ്ടാകട്ടെ എന്ന് പറയാൻ കാരണം പുത്രൻ ഇതെല്ലാം വരച്ച് പിതാവിന്റെ അടുക്കൽ കൊണ്ടുവച്ചതായിരുന്നു. The reason why the Father told let it be is because the Son has already drawn everything and placed it in front of 2026 Father. പ്രവേശിക്കുമ്പോൾ നിങ്ങളെ നോക്കി പറയട്ടെ, ആ ജീൻ തന്നെയാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. As we enter 2026, I'm telling you that same gene is right inside ആ of you. ബ്ലഡ് തന്നെയാണ് നിങ്ങളുടെ അകത്തൊഴുകുന്നത്. That same blood is flowing through ആ you. പുത്രത്വത്തിന്റെ ആത്മാവ് തന്നെയാണ് നിന്റെ മേലുള്ളത്. That same spirit of നിനക്ക് sonship is തോൽക്കാൻ upon you. കഴിയില്ല. You cannot be a failure. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഉറക്കെ ഹല്ലേലൂയ. Say louder. Somebody shout Hallelujah. glory. ഉറക്കെ glory. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഭാരതത്തിന്റെ ഫ്രീക്വൻസി തിരിയാൻ Whether പോകുന്നു. you believe it or not, the frequency of India is changing. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എന്താണ് 26 സംഭവിക്കാൻ പോകുന്നത്? Previous days I was asking Father, Lord, what is going to happen in 2020 മുതൽ 2026? 30 വരെ സഭയുടെ ഗോൾഡൻ ഏജ് എന്നാണ് കർത്താവ് From പറഞ്ഞത്. 2022 to 2030, it's a golden age of ഈ churches. 10 വർഷം മാനവരാശി കാണാൻ പോകുന്ന ഗോൾഡൻ ഏജ് ആണ്. This 10 years are the golden age the humanity is ever going ഭൂമിയിൽ to witness. എന്തൊക്കെ സംഭവിച്ചാലും കർത്താവ് നിന്റെ അകത്തുള്ള പർപ്പസിനെ വെളിയിലെടുക്കും. No matter what happens on the earth, God will bring out the purpose in you. വാർത്തയിനാൽ നീ சொன்னதெல்லாம் கரங்களினால் இன்று நிறைவேற்றி நீர் வார்த்தையினால் Come on. கரங்களினால் நன்றி நன்றி சொல்வோம் உயிருள்ளவரே ஒன்றும் குறையாமல் காத்திடும் நன்றி நன்றி சொல்வோம் ஒன்றும் குறையாமல் ആ വലിയ എക്സ്പ്ലോഷന് വേണ്ടിയാണ് 2020 മുതൽ നമ്മെ മഹത്വത്തിന്റെ കൃത്യമായ പഠനങ്ങളാൽ കർത്താവ് So നടത്തിക്കൊണ്ടിരിക്കുന്നത്. it's for a greater explosion God has been leading us through the teachings of glory from 2020 onwards. വിറയലും ശക്തിയും ഒക്കെ കണ്ടും ശരീരത്തിന്റെ പ്രകടനം കണ്ടും അതിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒത്തിരി പേരുണ്ട്. There are people who are limited with the shivering and all the anointing and the manifestations over the body. ഒരിക്കലും അവരെ ചെറുതായി കാണരുത്. And do not belittle that.
പക്ഷെ പറയണം അത് എന്റേതല്ല. But you must say that is not my I am portion. here to reveal God's wisdom. ഞാൻ ഇവിടെ ദൈവത്തിന്റെ ജ്ഞാനത്തെ വെളിപ്പെടുത്തുവാനാണ്. ജ്ഞാനമുള്ളവൻ വീട് പണിയും. The one who carries wisdom will build the house. ജ്ഞാനമുള്ളവൻ സഭ പണിയും. The one who carries wisdom will build the church. ജ്ഞാനമുള്ളവൻ പട്ടണം പണിയും. The one who is wise will build Get ready to build the cities. പട്ടണങ്ങളെ പണിയാൻ തയ്യാറാകുക. Get ready to build the cities. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്, I am prophesying in my spirit. അടുത്ത 3 വർഷത്തിനകം Within the next 3 years, ഇതിനകത്ത് നിന്ന് from here, പുസ്തകങ്ങൾ പുറത്തിറങ്ങാൻ പോവുക. new books are going to be released. അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം റീച്ച് ഔട്ട് ആകാൻ പോകുന്നു. That is going to be reached out in a way than we ever വലത് imagined. കരമൊന്ന് തല വെച്ച് പറയുമോ, എന്റെ മേൽ ജ്ഞാനം ഒന്ന് തുറക്കണമേ. Place your right hand above your head and say that, Lord, open that wisdom upon me. എന്റെ മേൽ ജ്ഞാനം തുറക്കണമേ. Lord, open that wisdom upon me. Are you ready? നിങ്ങൾ തയ്യാറാണോ? കർത്താവിന് നന്ദി കൊടുക്കാൻ തയ്യാറാണോ? Are you ready to give thanks to the Lord? ദൈവത്തിന്റെ ഗുഡ്നെസ്സിന് നന്ദി പറയാൻ തയ്യാറാണോ? Are you ready to give thanks to the ദൈവത്തിന്റെ goodness of the Lord? ഗ്രേറ്റ്നെസ്സിന് നന്ദി പറയാൻ തയ്യാറാണോ? Are you ready to give നന്ദി thanks to the പറയുന്ന greatness of കൂട്ടം God? വളർന്നുകൊണ്ടേയിരിക്കും. The one who is grateful will always grow. நன்றி நன்றி சொல்வோம், ஒன்றும் குறையாமல் காத்திடும் நல்லவரே. நன்றி நன்றி சொல்வோம், உயிருள்ளவரே, ஒன்றுം കുറയാமல் நல்லவரே. പാട്ട് അറിയാത്തവർക്ക് പറഞ്ഞുതരാം, എന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. നன்றി നன்றി சொல்வோம், ഉயிருള്ളവരെ, ജീവനുള്ള നാഥന് നന്ദി പറയുന്നു. ഒന്നും കുറയാമൽ കാത്തിടും നല്ലവരെ. ഇതിനകത്ത് ഒത്തിരി പുതിയ ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഹെവൻലി കിങ്ഡം ഫാമിലിയിൽ സ്ഥിരമായി നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന, ഓൺലൈൻ സഞ്ചരിക്കുന്ന പലരും ഇതിനകത്തുണ്ട്. പക്ഷേ ഓഫ്ലൈനകത്ത് വന്നിരിക്കുന്നവരെ കണ്ടു വേണം അവർ നന്ദി പറയാൻ. ഹലോ, ഇതിനകത്ത് ആരും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. നമ്മൾ എങ്ങനെ നന്ദി കൊടുക്കുന്നത് കണ്ടു വേണം അല്ലേ? നമ്മളെല്ലാം കണ്ടല്ലേ പഠിച്ചേ? അപ്പനും അമ്മയും ചെയ്യുന്നത് കണ്ട്, കൂട്ടുകാർ ചെയ്യുന്നത് കണ്ട് അല്ലേ? ഒന്നും നമ്മുടെ മുകളിൽ നിന്ന് വന്നിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ അകത്ത് നിന്ന് എങ്ങനെ നന്ദി കൊടുക്കുന്നത് അടുത്തിരുന്നാൾ കണ്ടിട്ട് വേണം നന്ദി കൊടുക്കാൻ. So how we give thanks, our neighbor must watch that and they must give thanks to the Lord. ഒന്നും കുറയാതെ കാത്ത നല്ലവർ. For the good Lord who has lacked us nothing. 2026 നാം പ്രവേശിക്കുമ്പോൾ, As we enter 2026, എതിരാളികൾ പലരുണ്ടാകുമ്പോഴും, even though there are so many oppositions, വലുതും സഫലവുമായ വാതിൽ തുറന്നു. Amen. A wide door He will open ahead of us. ഞാൻ ഉയർന്ന മലകളിൽ നിന്നും കേട്ട ശബ്ദമാണിത്. This is the voice I heard from 2026 2026. കേരളത്തിനകത്തുള്ള അഭിഷക്തന്മാരുടെ മേൽ എതിരാളികൾ പലരെഴുന്നേൽക്കുമ്പോഴും Even the opposition arise, വലുതും സഫലവുമായ വാതിൽ തുറന്നു വരും. great and wide door will be വലുതും opened. സഫലവുമായ വാതിൽ തുറന്നു വരും. Great and wide door A will be opened. great wide effective door. Amen. വലുതും സഫലവുമായ വാതിൽ. വലുതും സഫലവുമായ വാതിൽ. A great wide and effective ചിലരെ door. കർത്താവ് ഏൻഷ്യന്റ് ഡോറുമായിട്ട് ബന്ധപ്പെടുത്തും. God will connect some people with ancient doors. ആവേശം പിടിപ്പിക്കാൻ പറയല്ല. I'm not making you excited. 2026 എന്ത് നടക്കാൻ പോകുന്നത് കർത്താവിനോട് The പറഞ്ഞതാണ്. Lord has told me what is going to happen in ചില 2026. ശുശ്രൂഷകന്മാരെ ഏൻഷ്യന്റ് ഡോറിലേക്ക് അടുപ്പിക്കും. Some ministers of God will be connected through this ഇടയിൽ ancient കയറി doors. വന്ന് പാശ്ചാത്യ ലോകവും പലരും മാറ്റിയതിനെ പുരാതനമായ അടിസ്ഥാനമുള്ളതാക്കി മാറ്റി നമ്മൾ ഉയർത്താൻ പോവുകയാണ്. പുരാതന വാതിൽ തുറന്നാൽ മഹത്വത്തിന്റെ രാജാവ് What പ്രവേശിക്കും. the Eastern world and everything has closed, the ancient doors are going to be open. Once the ancient door is open, the King of Glory will enter. അടുത്തിരിക്കുന്ന ആളെ നോക്കി പ്രവചിച്ചു പറ, get ready to connect with the ancient doors. Prophesy to your neighbor. പുരാതന വാതിലുകളുമായി connected ആകുവാൻ ബന്ധപ്പെടാൻ തയ്യാറാകുക. Get ready to get connected with ancient doors. പുരാതന വാതിൽ പൊങ്ങിയാൽ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കും. Once ancient doors is lifted up, ഭാരതത്തിനകത്തുള്ള enter. പലരും കയറി വന്ന ഇതിന്റെ ഫ്രീക്വൻസിയെ മാറ്റി, പലരും കയറി വന്ന ഇതിന്റെ ചട്ടങ്ങളെ മാറ്റി. പക്ഷേ സ്ട്രക്ചേർഡ് ആയിട്ട് വരുമ്പോൾ ഒരു ഏൻഷ്യന്റ് ഡോറുമായിട്ട് നമ്മൾ കണക്ട് ആകും. കിങ് ഓഫ് ഗ്ലോറി പ്രവേശിക്കാൻ പോകുന്നു. We will get connected to our ancient doors and the kingdom glory is going to enter. Shout glory! 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 Come on, celebrate. நன்றி அப்பா, நன்றி நன்றி சொல்வோம். உயிர் உள்ளவரே, ஒன்றும் குறையாமல் காத்து ஏஹே. நல்லவரே, நன்றி நன்றி சொல்வோம். உயிர்
நன்றி சொல்லி உம்மை பாட வந்தோம் உம் காருண்யத்தை. நன்றி சொல்லி உம்மை பாட வந்தோம் காருண்யத்தை. வார்த்தையினால் நீ சொன்னதெல்லாம் கரங்களினால் இன்று நிறைவேற்றி. வார்த்தையினால் நீ சொன்னதெல்லாம். Oh, come on. Are you ready? 1, 2, 3. நன்றி சொல்வோம் உயிருள்ளவரே. குறையாமல் காத்திடும். நன்றி அப்பா, நன்றி அப்பா. நன்றி சொல்வோம் உயிருள்ளவரே. ஒன்றும் குறையாமல் காத்திடும் நல்லவரே. ஓ, நன்றி சொல்லி உம்மை பாட வந்தோம் உம் காருண்யத்தை. நன்றி சொல்லி உம் காருண்யத்தை. நன்றி சொல்லி உம் காருண்யத்தை. வார்த்தையினா நீ சொன்னதெல்லாம். வார்த்தையினா Come on, சொல்லு சாடி. நன்றி அப்பா. நன்றி சொல்வோம். குறையாமல் காத்திடும் நல்லவரே. நன்றி சொல்வோம் உயிருள்ளவரே. குறையாமல் காத்திடும். நன்றி அப்பா. நன்றி சொல்வோம் உள்ளவரே. ஒன்றும் குறையாமல் காத்திடும். நன்றி சொல்வோம் உயிருள்ளவரே. ஒன்றும் குறையாமல் காத்திடும். நன்றி அப்பா. தனன தரனா tanana tarana o tanana ne tane tanana ne hey tanana tarana hey tanana tanana ne o காற்றுமில்ல மழையுமில்ல ஆனாலும் வாழ்க்கை இறக்கும். காற்றுமில்லை வார்த்தையினா நீ சொன்னதெல்லாம் வார்த்தையினா நீ சொன்னதெல்லாம் வார்த்தையினா. Celebrate நன்றி அப்பா. 1, 2, 3. நன்றி சொல்வோம் குறையாமல் காத்திடும் நல்லவரே. நன்றி சொல்வோம் குறையாமல் காத்திடும். நன்றி சொல்வோம் குறையாமல் காத்திடும். நன்றி அப்பா. நன்றி சொல்வோம் உயிருள்ளவரே. குறையாமல் காத்திடும். நன்றி சொல்வோம் உயிருள்ளவரே. ஒன்றும் குறையாமல் காத்திடும். நன்றி அப்பா. நன்றி சொல்வோம் உயிருள்ளவரே. ஒன்றும் குறையாமல் காத்திடும் நல்லவரே. ഒന്നും കുറയാതെ ഇതുവരെ നടത്തിയെന്ന് പറയുന്നവർ മാത്രമാണ് ഇതിനകത്ത് നൃത്തം ചെയ്യുന്നത്. The one who dances is the one who says that he has led me without lacking anything. അല്ലാത്തവർക്ക് എന്തോ കുറഞ്ഞു പോയെന്നാണ്. Others shows that they have lacked something. എന്തോ കുറഞ്ഞു പോയതുകൊണ്ടാണ് നന്ദി പറയാതിരിക്കുന്നത്. Because you lacked something, you are not giving thanks. ഇതൊക്കെ നോക്കിയാൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് നോക്കാം കിഡ്നിയൊക്കെ അവിടെ ഉണ്ടോ. Even though it is not visible, you can just check whether your kidneys are there or not. Are you ready, church? നിങ്ങൾ തയ്യാറാണോ സഭയെ? നമ്മെ കൊണ്ട് കർത്താവ് ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോവാ. The Lord is going to rise up ministers through us. ദൈവം പറഞ്ഞ വാക്കിന്റെ കൂടെ നിന്നാൽ, if you stand with the voice of God, ഇപ്പോൾ ആരും കൂടെ ഇല്ലെങ്കിലും, even though there is no one with you right now, റിസൾട്ട് കാണുമ്പോൾ നീ ആ സത്യം എന്ന് പറഞ്ഞു വരും. when they see the result, they will come by saying that you are true. അതിനാരും കൂടെ ഇല്ലെങ്കിലും, even though no one is with you. ജനിച്ചിട്ടൊരു 2-3 വയസ്സായപ്പോൾ നടക്കാൻ പഠിച്ചു. After being born, when you reach the age of 3 or something, you begin to walk. You learn to walk. നടക്കാൻ പഠിച്ചപ്പോൾ കിട്ടിയ ചെരുപ്പ് വലത്തെ കാലിലെ ചെരുപ്പ് എടുത്തു വിട്ടു. Once you learn to walk, the slippers you got, you put it in the right feet, wrong feet. The right one on the left and the left one on the right. നമ്മളാരും ചെരുപ്പിട്ട് അടിയെ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇത് മനസ്സിലാക്കും എന്ത് ചെയ്യും? But when you understand this, what you will do? അപ്പോൾ ഞാൻ തിരിച്ചിട്ട ഇത്രയും വർഷം അതിനെ പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ?
So if we blame on that sandals, കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ if Lord has asked you to അത് do എത്ര something, വർഷത്തെ കാര്യമാണെങ്കിലും even though it's a matter of years, we are here to change the system. നാം ഈ സിസ്റ്റത്തെ തിരിക്കുവാനാണ്. We are here to change the system. നാം ഈ സിസ്റ്റത്തെ തിരിക്കുവാനാണ്. Hallelujah. Hallelujah. എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. There is an order for everything. എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട്. There is a system for He is a everything. God of order. Amen. അത് അവന്റെ ഓർഡറിന്റെ He is a ദൈവമാണ്. God of system. അവൻ ഒരു സിസ്റ്റത്തിന്റെ ഒരു ദൈവമാണ്. ക്രിയേഷൻ ഓർഡർ ഉണ്ട്. There is an order for creation. ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ട്. There is a hierarchical order. ദൈവം കഴിഞ്ഞാൽ അടുത്ത സൃഷ്ടിക്കപ്പെട്ട ദൈവം സൃഷ്ടിതാവാണ്. സൃഷ്ടിക്കപ്പെട്ടത് ആദ്യം ആ ക്രിയേറ്റീവ് ഓർഡറിലുള്ളത് ഏഞ്ചൽസ് ആണ്. After God is the creator, and in the creative order next comes angels. രണ്ടാമതാണ് മനുഷ്യൻ വരുന്നത്. Next comes humans. മനുഷ്യന്റെ അകത്ത് നിന്നാണ് സ്ത്രീയെ വേർപെടുത്തിയത്. Out from the man separated the woman. ക്രിയേഷൻ ഓർഡറിലാണ് ഇങ്ങനെ വരുന്നത്. So it comes in the order of creation. അതുകൊണ്ടാണ് പല വാക്യങ്ങളും കൃത്യമായി ബൈബിളിൽ കിടക്കുന്നത്. That is why many words are clearly in order in the Bible. ഒരു വെസ്റ്റേണിസത്തിനും നമ്മുടെ സഭയിൽ സ്ഥാനമില്ല. No western. ദൈവരാജ്യത്തിൽ എന്ത് സിസ്റ്റം ഉണ്ടോ അതിലേക്ക് നമ്മൾ പ്രവേശിക്കും. What is the system of the kingdom of God? We are going to enter into that. കർത്താവിനോട് നന്നായി പറയുന്നു, ഈ വർഷം തോറ്റുപോയവരെ കർത്താവ് പിടിച്ചുയർത്താൻ പോകുന്നു. Lord is telling me clearly, those who are defeated, God is going to call them and lift them up this നന്ദി year. കൊടുക്കാൻ തയ്യാറാണോ? Are you ready to give thanks? താഴോട്ട് നോക്കിയേ. Look down. താഴോട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ എന്നെ നോക്കുന്നത്. താഴോട്ട് നോക്കാം. Look down. രണ്ട് കാലുണ്ടോ? Do you have 2 feet? ഉണ്ട്. Yes, you have. ഉണ്ട്. Yes, you have. സോക്സ് ഇട്ടതുകൊണ്ട് വിരൽ കാണാൻ പറ്റുന്നില്ല. അപ്പൊ കൈ എടുത്തേ. So lift up 10 your വിരലുണ്ടോ? hands. Do you have 10 fingers? ഉണ്ട്. Oh, it is കർത്താവ് there. എല്ലാം നന്നായിട്ട് തന്നിട്ടുണ്ട്. God has given you everything. ഓ എല്ലാം. ഇനി അവയവങ്ങൾ കുറവുണ്ടായിരുന്നാലും നമ്മെ നന്നായിട്ട് നടത്തി. If you lack in your organs, രാജാവിനെ പോലെ നടത്തി. like a king, he has led us. ദൈവം ആഗ്രഹിക്കുന്നത് What God നീ desires സ്വർഗീയ തലങ്ങളെയും വാഴണം, is that you must reign over നീ heaven ഭൂമിയെയും വാഴണം. and you must reign over this earth. നമ്മളൊക്കെ നന്ദി പറഞ്ഞ് കയറാൻ പോവാണ്. So we are going to give thanks. റെഡിയാണോ? Are you ready? നന്ദി നന്ദി சொல்வோம் உயிருள்ளவரே. Come on. 1 2 3 நன்றி நன்றி சொல்வோம். Come on. நன்றி நன்றி சொல்வோம். ഇനി ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാനും ഡാൻസർ അല്ല, എനിക്കും അറിഞ്ഞൂടാ. If you are to say that I do not know how to dance, then I am also not a dancer. I എന്നാലും will ഒരു not സ്റ്റെപ്പ് know. കാണിക്കാം. But then also I will show you a step. ഇങ്ങനെ നன்றി നன்றി சொல்வோம். ഉயிருള്ളവരേ. സഹോദരങ്ങളെ, എതിർപ്പുകൾ ഉയരുമ്പോൾ Even the opposition arise. പട്ടണത്തിലെ മൈതാനങ്ങൾ തുറക്കാൻ പോകുകയാണ്. എതിരാളികൾ പലതുണ്ട്. വലുതും സഫലവുമായ വാതിൽ തുറക്കപ്പെടും. Wide and effective door will be open for us. വലുതും സഫലവുമായ വാതിൽ തുറക്കപ്പെടും. Wide, great and effective door will be open for us. ഡിസംബറിലെ 3-ാമത്തെ ആഴ്ച മുതലേ കർത്താവ് തുടർമാനമായിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. From the 3rd week of December onwards, the Lord is repeatedly telling me this. ഏൻഷ്യന്റ് ഡോറുമായിട്ട് ബന്ധപ്പെടുത്തും. Relating, he will connect us with ancient എതിരാളികൾ doors. പലരുണ്ടായിരുന്നാലും എഴുന്നേറ്റ് വരും. Even though there are so many opposition, you will rise up. ആരൊക്കെ എതിർത്ത് വന്നാലും No matter who വാതിൽ will തുറന്നു oppose, വരും. the doors will be open. വാതിൽ തുറന്നാൽ ആർക്കാണ് പ്രവേശിക്കാൻ When മടി? the door is open, who hesitates to enter? ആമേൻ. Amen. നീ ജനിച്ച് രാജാവായിട്ട് ആയ ആളല്ല, നീ രാജാവായി ജനിച്ചയാളാണ്. You are born as a king. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറ, നീ ജനിച്ചിട്ട് രാജാവായ ആളല്ല, രാജാവായിട്ട് ജനിച്ചയാളാണ്. You didn't became king after you were born. You were born as a king. യഹൂദന്മാരുടെ രാജാവ് ബെത്ലഹേമിൽ പിറന്നിരിക്കുന്നു. എവിടെയോ രാജാവായിട്ട് ജനിച്ചതല്ല, രാജാവായി ജനിച്ചതാണ്. The king of Jews is born in Bethlehem. He didn't become a king after he was born. He was born as a king. രാജകുടുംബത്തിലല്ല ജനിച്ചത്. Not in a royal family. രാജാവായി ജനിച്ചതല്ല. Not that ജനിച്ചിട്ട് വളർന്ന് രാജാവായതല്ല. he didn't born and grew and became a king. ജനിച്ചതേ രാജാവായിട്ടാണ്. He was born as a king. എന്റെ ജനതകത്തിന് അങ്ങനെയുള്ള ഒരു കുഴപ്പമുണ്ട്. There's a specialty for my birth. എന്റെ ജനറ്റിക്കിന് അങ്ങനെയുള്ള ഒരു കുഴപ്പമുണ്ട്. There's a specialty for I my am seed. royal. ഞാൻ രാജകീയമാണ്. I am royal. ഈ
കാര്യമെല്ലാം കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ബൈബിളിൽ വാക്യം എവിടെയും തപ്പുമായിരുന്നു. I was searching for the word in the Bible as Lord was talking all this. വാക്യം അറിയാമെങ്കിലും അധ്യായം കറക്റ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. Even though I know the word, I don't know the actual verse. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 9-ാമത്തെ വാക്യം. 1 Corinthians 16:9. ഞാൻ വീണ്ടും എപ്പോഴും ഞാനൊരു കാര്യം കർത്താവിനോട് വീണ്ടും വീണ്ടും ചോദിക്കും. One thing I repeatedly ask the Lord. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആദ്യം മറ്റൊരു വാക്യം വന്നു. As I stand here, ഒരു ഫോട്ടോയാണ്. That's a photo. We make our plans. വാക്യമാണ് we can ഉറക്കെ പറഞ്ഞു we can make our plans but the Lord determines our steps. നമുക്ക് പ്ലാൻ എടുക്കാം, പക്ഷെ നമ്മുടെ ചുവടുകൾ നിശ്ചയിക്കുന്നത് കർത്താവായിരിക്കും. 26 നോക്കി നമുക്ക് പല പ്ലാനും എടുക്കാം, പക്ഷെ നിന്റെ ചുവടുകൾ നിശ്ചയിക്കുന്നത് കർത്താവായിരിക്കും. അതും സദൃശവാക്യം 16:9 Proverbs 16:9. വാതിൽ തുറക്കുന്നത് 1 കൊരിന്ത്യർ 16:9. The doors are being opened 1 Corinthians 16:9. സദൃശവാക്യത്തിലും 16:9 ഉണ്ട്. Proverbs also 16:9. അപ്പോ ഈ സാധാരണ ന്യൂ ഇയറിനകത്ത് ചർച്ചിനകത്ത് കണ്ടുവരുന്ന പരിപാടികളുണ്ട്. Generally there are certain things which happens in churches in New Year. ചിലത് ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. Some people will take a lot of decisions. മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുന്ന തീരുമാനങ്ങൾ. The decisions which will last for hours. ശിവകാശിയിൽ നിന്ന് വരുന്നതിനേക്കാളും വേഗം പൊട്ടിപ്പോകുന്ന തീരുമാനങ്ങൾ. The decisions which will cheat within hours. ചിലർ വെളിയിൽ ഇറങ്ങി ന്യൂ ഇയർ കാണുന്നവരുണ്ട്. Some people will go out and look for New Year. ഞങ്ങളൊക്കെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് ചിലപ്പോ പ്രാർത്ഥിച്ച് ഒരു സ്റ്റെപ്പ് ഒക്കെ പണ്ട് ചെയ്യുമായിരുന്നു. When it is New Year, we will wake up, we will pray and take one step ahead. പക്ഷെ നമ്മൾ ഇന്ന് ആഘോഷിച്ച് പ്രവേശിക്കുക. But today we are going to celebrate and enter. ഫ്രൂട്ട്ഫുൾ ആകാതെ നീ ഭൂമി വിട്ടു പോകത്തില്ല. You will not depart from this earth without being fruitful. Amen. നിന്റെ മേലുള്ള പർപ്പസ് ഫലപുഷ്ടമാകാതെ ഭൂമി വിട്ടു പോകത്തില്ല. Without your purpose being fruitful, you will not depart this earth. അപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് പറ. So tell your neighbor. എന്തൊക്കെ പ്ലാൻ വേണമെങ്കിലും എടുത്തോ. You can take how much plans you want. ചുവട് തീരുമാനിക്കുന്ന കർത്താവായിരിക്കും. But it is the Lord who will determine your steps. എന്ത് പ്ലാൻ വേണോ എടുത്തോ. You can take any plans. നീ ഹോളി മാറാൻ പ്ലാൻ എടുത്താൽ കർത്താവ് നിന്നെ മൈതാനത്ത് കൊണ്ട് സ്റ്റെപ്പ് വെപ്പിക്കും. If you make plans to change your whole, then the Lord will take you steps in the next. കാരണം നമുക്ക് വളർന്നു വന്ന നമ്മുടെ സാഹചര്യം അനുസരിച്ചല്ലേ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. Because we can plan according to the circumstance. നമ്മുടെ അറിവ് ലിമിറ്റഡ് ആണ്. Our knowledge is limited. നീ എവിടെ കാൽ വെക്കണമെന്ന് തീരുമാനിക്കുന്നത് കർത്താവായിരിക്കും. But the Lord will determine where you. Are you ready to celebrate? നിങ്ങൾ ആഘോഷിക്കാൻ തയ്യാറാണോ? 2025 കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു. 2025 the Lord was good to me. Hallelujah. Hallelujah. Glory. 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 2025 കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു. 2025 the Lord was good to me. അപ്പോൾ അടുത്തിരിക്കുന്ന ആളെ നോക്കണം. You must look at your neighbor. അവന്റെ ഡാൻസ് കാണുമ്പോൾ അറിയാം കർത്താവ് എത്ര നല്ലവനായിരുന്നു. Then when you see their dance, you will understand how good Lord was to them. അടുത്തിരിക്കുന്ന ആളെ സ്റ്റെപ്പ് കാണുമ്പോൾ അറിയാം. When you look at your neighbor's step. Here we go. 1 2 3 4. கைவிடாமல் விட்டு விடாமல் நெருங்கின பாதையிலும் கூட வந்தீர். கைவிடாமல் விட்டு நெருங்கின பாதையிலும் கூட கைவிடாமல் விட்டு விலகிடாமல் நெருங்கின பாதையிலும் പറയാമോ கைவிடாமல் വിട്ടു വിലകിടാമൽ നെരുങ്ങിന പാതയിലും കൂടെ വന്ന് വെക്കപ്പെട്ട ദേശത്തിലെ കീർത്തിയും പുകഴ്ചയും ആക്കിനീരേ. ലജ്ജയുണ്ടായിരുന്ന ദേശത്ത് കർത്താവ് മാന്യതയുടെ പദവികൾ തന്നു. റെഡിയാണോ? ഒരുമിച്ച് വേണം. Come on, ready? 1 2 3 go. കൈവിടാമൽ വിട്ട് നെരുങ്ങിന പാതയിലും കൈവിടാമൽ വിട്ട് വിലകിടാമൽ നെരുങ്ങിന പാതയിലും കൈവിടാമൽ വിട്ട്
நெருங்கின நெருங்கின வெக்கப்பட்ட தேசத்திலே வெக்கப்பட்ட தேசத்திலே கீர்த்தியும் வெக்கப்பட்ட வெக்கப்பட்ட இந்த தேசத்திலே கீர்த்தியும் புகழ்ச்சியும் வார்த்தையினால் நீ சொன்ன கரங்களினால் இது வார்த்தையினால் சொன்னதெல்லாம் ஒன்று குறைய நன்றி அப்பா நன்றி நன்றி சொல்வோம். எந்த சொப்பனம் அது வச்சு தூக்கினாரு மேல கீழே எரிஞ்சா தூக்குவது எந்த சொப்பனம் கீழே தள்ளுச்சோ அது வச்சு கீழே எரிஞ்சா தூக்குவதும் அப்பாவோட ஒரு யூத ராஜா அவர் சரித்திரத்தை ஒரு யூத ராஜா சிங்கம் என் பக்கத்தில ஹல்லேலூயா அவர் சரித்திரத்தை நன்றி 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 சொல்வ உயிருள்ளவரே நன்றி நன்றி சொல்லோ உயிருள்ளவரே நன்றி நன்றி சொல்லோ உயிருள்ளவரே நன்றி அப்பா நன்றி நன்றி சொல்லோ உயிருள்ளவரே வெக்கப்பட்ட தேசத்திலே கீர்த்தியும் புகழ்ச்சியும் ஆக்கினீரே வெக்கப்பட்ட இந்த தேசத்திலே கீர்த்தியும் புகழ்ச்சியும் எந்த தேசத்தில் வெக்கப்பட்டோ அந்த தேசத்தில் இந்த தேசத்திலே கீர்த்தியும் புகழ்ச்சியும் வெக்கப்பட்ட வெக்கப்பட்ட இந்த தேசத்திலே கீர்த்தியும் புகழ்ச்சியும் வார்த்தையினா நீ சொன்னதெல்லாம் One, two, three. நன்றி சொல்லோ குறையாமல் காத்திடும் நன்றி நன்றி சொல்லோ உயிர் குறையாமல் காத்திடும் நன்றி சொல்லோ